നമ്മൾ ഇരുന്നുകൊണ്ട് കാഫിന് ചെയ്യുന്നതും നിന്നുകൊണ്ട് കാഫിന് ചെയ്യുന്നതും രണ്ട് മസിലിനുള്ള എക്സസൈസ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ കാഫ് മസിൽസിന്റെ ബേസിക് സ്ട്രക്ചർ എന്താണെന്ന് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. കാഫ് മസിൽസിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, ഗ്യാസ്ട്രോനീമിയസ് എന്നും സോലിയസ് എന്നും. നമുക്ക് പുറമെ വിസിബിളായിട്ട് കാണാൻ കഴിയുന്ന ഈ ഒരു ഭാഗമാണ് ഗ്യാസ്ട്രോനീമിയസ്. പക്ഷേ സോലിയസ് നമുക്ക് പുറമെ വിസിബിളായിട്ട് കാണാൻ കഴിയില്ല. ഈ രണ്ട് മസിൽസും ആംഗിൾ ജോയിന്റ് ക്രോസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഗ്യാസ്ട്രോനീമിയസ് മസിൽ മാത്രമേ നീ ജോയിന്റ് ക്രോസ് ചെയ്യുന്നുള്ളൂ. ഈ രണ്ട് മസിൽസിന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്ലാന്റാർ ഫ്ലെക്ഷൻ ആണ്, അതായത് നമ്മളുടെ ഹീലിനെ തറയിൽ നിന്നും പൊക്കിക്കൊണ്ടുവരിക. എന്നാൽ ഗ്യാസ്ട്രോനീമിയസ് മസിൽ നീയും കൂടെ ക്രോസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മളെ നീ ഫ്ലെക്ഷൻ ചെയ്യാനും ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. നമ്മൾ സീറ്റഡ് കാഫ് റൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മളുടെ നീസ് ഓൾറെഡി ഫ്ലെക്സ്ഡ് ആണ്. നീസ് ഫ്ലെക്സ്ഡ് ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ഗ്യാസ്ട്രോനീമിയസ് മസിൽസിന് പ്രോപ്പറായിട്ട് കോൺട്രാക്ഷൻ ചെയ്യാൻ കഴിയില്ല. അതിന്റെ ഫോഴ്സ് ജനറേഷൻ കപ്പാസിറ്റി വളരെ കുറവായിരിക്കും. ഇതിനെ നമ്മൾ ആക്റ്റീവ് ഇൻസഫിഷ്യൻസി എന്ന് പറയും. ഈ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മൾ സീറ്റഡ് കാഫ് ചെയ്യുമ്പോൾ നമ്മളുടെ ഗ്യാസ്ട്രോനീമിയസ് മസിൽ പ്രോപ്പറായിട്ട് വർക്ക് ആകുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഹീലിനെ പൊക്കിക്കൊണ്ടുവരേണ്ട മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് സോലിയസ് മസിലാണ്. സോ സീറ്റഡ് കാഫ് റൈസ് ചെയ്യുമ്പോൾ ട്രെയിൻഡ് ആകുന്ന മസിൽ എന്ന് പറയുന്നത് സോലിയസ് മസിലാണ്, മറിച്ച് ഗ്യാസ്ട്രോനീമിയസ് മസിൽ അല്ല. എന്നാൽ നമ്മൾ സ്റ്റാൻഡിംഗ് കാഫ് റൈസ് ചെയ്യുമ്പോൾ നമ്മളുടെ നീസ് സ്ട്രെയിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഗ്യാസ്ട്രോനീമിയസ് മസിൽസിന് ഇവിടെ മാക്സിമം ഫോഴ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്രോപ്പറായിട്ട് ഫുള്ളി സ്ട്രെച്ച് ചെയ്യാനും പറ്റുന്നുണ്ട്, പ്രോപ്പറായിട്ട് ഫുള്ളി കോൺട്രാക്ട് ചെയ്യാനും പറ്റുന്നുണ്ട്. സോ സ്റ്റാൻഡിംഗ് കാഫ് റൈസ് എന്ന് പറയുന്നത് ഗ്യാസ്ട്രോനീമിയസ് മസിൽസിനെ ടാർഗറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് കാഫിന് ഇനി ട്രെയിൻ ചെയ്യുവാണെങ്കിൽ ഈ രണ്ട് എക്സസൈസ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അക്കൗണ്ട് ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുത്.